ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഞ്ജിത് ടി നാരായൺ. ക്ഷേത്രങ്ങളിലേക്ക് പോയി ഇഷ്ടദേവതയെ കണ്ണിറയെ കണ്ട് പ്രാർത്ഥിച്ച് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞ് അത് നടത്തിത്തരാനായി അർച്ചനകളും കഴിപ്പിച്ച് മടങ്ങുകയാണ് ഒരു ശരാശരി ഭക്തൻ ക്ഷേത്ര ദർശനത്തിലൂടെ ചെയ്തു വരുന്നത്. വാസ്തവത്തിൽ തന്റെ പരാധീനതകൾ പറഞ്ഞ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഉപാധികളാണോ ക്ഷേത്രങ്ങൾ? അല്ല എന്നാണ് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിലൂടെ ഭക്തന്റെ മനസ്സിനെ ഉയർത്തുക എന്ന കടമയാണ് ഓരോ ക്ഷേത്രങ്ങൾക്കും പറയാനുണ്ടാവുക. മനസ്സിനെ ഉയർത്തുക എന്നാൽ ഭൗതിക ലോകത്തിലെ വ്യവഹാരങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ സർവകാരകനായ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കുക തന്നെയാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് പുരുഷനിലേക്കുള്ള മനസ്സിന്റെ സമർപ്പണമാണത്. അത്തരത്തിൽ മനസ്സുകളെ ഉയർത്താൻ ക്ഷേത്രങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് വിവിധ രൂപത്തിലുള്ള ഊർജത്തിന്റെ അതിശക്തമായ പ്രവാഹത്താലാണ്. നാഗങ്ങളെ ഈ അനന്തമായ ഊർജ പ്രവാഹങ്ങളോടാണ് പൂർവികർ ഉപമിച്ചിട്ടുള്ളത്. വേദങ്ങളിൽ അനന്തതയെ സൂചിപ്പിക്കാൻ 1000 എന്ന വാക്ക് ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതായത് 1000 തലയുള്ള അനന്തനാഗം ആദിയും അന്തവുമില്ലാത്ത ഊർജപ്രവാഹത്തിന്റെ വിവിധ രൂപങ്ങളാണെന്നർത്ഥം. ആ അനന്തമായ ഊർജപ്രവാഹത്തിൽ വിലയം കൊണ്ടിട്ടുള്ള ശയിക്കുന്ന പരമാത്മാവാണ് മഹാവിഷ്ണു. അത് സർവവ്യാപിയും ജനനവും മരണവുമില്ലാത്ത ഒരിക്കലും നശിക്കാത്ത സനാതനമായ ശക്തിവിശേഷമാണ്. ആ പരമാത്മാവിന്റെ നാഭിയിൽ നിന്നുത്ഭവിച്ച താമരയിലാണ് 4 ശിരസ്സുകളോടുകൂടിയ ബ്രഹ്മാവ് ഉപവിഷ്ടനായിട്ടുള്ളത്. താമരത്തണ്ട് അത് പ്രാണനാണ്. താമര അവനവന്റെ മനസ്സാണ്, അതായത് ജീവാത്മാവാണ്. ജീവാത്മാവിന് മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി എന്നിങ്ങനെയുള്ള 4 മുഖങ്ങളാണുള്ളത്. അത് ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മാവിന്റെ ഈ 4 മുഖങ്ങൾ മനസ്സിന്റെ 4 വശങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സൃഷ്ടി നടക്കുന്നത് അവനവന്റെ മനസ്സിൽ തന്നെയാണെന്നും തിരിച്ചറിവുണ്ടാകും. അതായത് ഓരോ മനസ്സുകളെയും നിലനിർത്തി പരിപാലിച്ചു പോകുന്ന ആ ഭഗവത് ചൈതന്യം മറ്റൊരിടത്തുമല്ല, അവനവന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന സത്യമാണ് ക്ഷേത്ര ദർശനത്തിനു മുമ്പ് ഓരോ ഭക്തനും മനസ്സിൽ ഉറപ്പിക്കേണ്ട ആദ്യത്തെ തത്വവും. ഇനി മനസ്സിനെ ഉയർത്താൻ ക്ഷേത്രങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള വിവിധ ഉപാധികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ക്ഷേത്ര കവാടങ്ങളിലും ഗോപുരങ്ങളിലും വ്യാളി രൂപങ്ങളെയും ചില ഭീകര സത്വങ്ങളുടെ രൂപങ്ങളെയും കുത്തിവച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണുകൾ തുറച്ച് ദംഷ്ടകളും നാവും നീട്ടി നിൽക്കുന്ന രൂപങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ ആരെയും ഭയചകിതരാക്കുവാൻ പ്രാപ്തമായവ തന്നെയാണ്. എന്തിനാണ് ഇത്തരം ഭീകര രൂപങ്ങൾ ക്ഷേത്ര കവാടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ രൂപങ്ങൾ ദർശിച്ച് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികൾ ആ പരിസരത്തേക്ക് വരാതിരിക്കാനാവുമെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. ഒരു പരിധിവരെ അത് ശരി തന്നെയാണ്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ അല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും ആവലാതികളും ഭഗവാന്റെ മുന്നിൽ പറഞ്ഞ് ആശ്രയവും ആശ്വാസവും നേടാനാണ് ഓരോ ഭക്തനും വരുന്നത്. ഓരോ ഭക്തന്റെയും സങ്കടങ്ങൾ വിഭിന്നമായിരിക്കും. എന്നാൽ ഭഗവാനെ കാണേണ്ടത് ആവലാതികൾ നിറഞ്ഞ മനസ്സോടെയല്ല, അത് തെളിഞ്ഞ് ശാന്തമായ മനസ്സോടെയാവണം. നെഗറ്റീവ് ചിന്തകളോടെ വരുന്ന ഭക്തർ ഇത്തരം ഭീകരരൂപങ്ങൾ കാണുന്ന നേരം അവരുടെ മനസ്സിലെ ആവലാതികളും സങ്കടങ്ങളും ഒരു നിമിഷം അവരെ വിട്ടകന്നു പോകും. ചിന്തകളകന്ന് ശാന്തമായ മനസ്സോടെ ഭഗവാനെ ദർശിക്കാനാണ് ഇത്തരം ഭീകര സത്വങ്ങളെ ക്ഷേത്ര കവാടങ്ങളിലും ഗോപുരങ്ങളിലും നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രങ്ങളിലെത്തിയാൽ ആദ്യം ദർശിക്കുന്നത് കൊടിമരമായിരിക്കും. ഭക്തന് ക്ഷേത്രം നൽകുന്ന രണ്ടാമത്തെ മാർഗനിർദ്ദേശവും അതുതന്നെയാണ്. കൊടിമരം ക്ഷേത്രജ്ഞനായ ഭഗവാന്റെ നട്ടെല്ലായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അത് കുണ്ടലിനിയിലെ ചക്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ക്ഷേത്ര ദർശനത്തിന്റെ ഉദ്ദേശം തന്നെ കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിച്ച് സ്വയം മനസ്സിനെ ആത്മബോധത്തിലേക്ക് ഉയർത്തി ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര ദർശനത്തിൽ ആദ്യം ക്ഷേത്ര കൊടിമരം ദർശിച്ച് വണങ്ങിയ ശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് പറയുന്നത്. ഭക്തന്റെ മനസ്സിനെ സ്വയം ഉയർത്താനുള്ള 3ാമത്തെ മാർഗനിർദ്ദേശമാണ് ഗണപതി ഭഗവാൻ. മുഖ്യദേവനെ തൊഴുന്നതിന് മുൻപായി ഉപദേവതകളെ തൊഴണമെന്നാണ് പറയാറുള്ളത്. അഥവാ ഗണപതിയെ നിർബന്ധമായും തൊഴണമെന്ന് പറയുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. ഗണപതി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ചിത്രം ഗജാനന്റെ ആനത്തല തന്നെയാണ്. ഗണപതിയുടെ ഉയർന്ന മസ്തകം ജ്ഞാനം, വിവേകം, വിവേചന ബുദ്ധി എന്നിവയുടെ പ്രതിരൂപമാണ്. വായ ലൗകിക ജീവിതത്തിലെ മനുഷ്യന്റെ കാമനകളെയാണ് സൂചിപ്പിക്കുന്നത്. അവ എപ്പോഴും അടഞ്ഞു കാണപ്പെടുന്നു. വലിയ ചെവികൾ മറ്റുള്ളവരെ കേൾക്കാനുള്ളതാണ്. അതായത് സജ്ജനങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെ ഭഗവാനെ കൂടുതൽ കൂടുതൽ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വലതുകൊമ്പ് വിവേകത്തെയും ഇടതുകൊമ്പ് വികാരത്തെയും സൂചിപ്പിക്കുന്നു. ഒരു ഭക്തൻ തന്റെ വിവേകം കൊണ്ട് വികാരത്തെ നിയന്ത്രിക്കണമെന്നാണ്
പാതി മുറിഞ്ഞ ഇടതു കൊമ്പ് കാണുമ്പോൾ ഓർക്കേണ്ടത്. അതായത് ജ്ഞാനവും വിവേകവും വിവേചന ബുദ്ധിയും ഉയർത്തി സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം വർദ്ധിപ്പിച്ച് നാമസങ്കീർത്തനങ്ങൾ നടത്തി ആരൊരുവനാണോ വിവേകബുദ്ധി കൊണ്ട് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നത്, അവന് മാത്രമേ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ദർശിക്കാനാവൂ എന്നാണ് ഗണപതിയെ ദർശിക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബലിക്കല്ലിന് മുന്നിലായി ദീപസ്തംഭം വെച്ചിരിക്കുന്നത് കാണാനാകും. ശ്രദ്ധിച്ചു നോക്കിയാൽ ദീപസ്തംഭത്തിന്റെ ചുവട്ടിലായി ഒരു കൂർമ്മം അതിന് താങ്ങി നിൽക്കുന്നതും കാണാനാകും. അതിന്റെ പിന്നിലും ഒരു തത്വം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കൂർമ്മത്തിന് അതിന്റെ അംഗങ്ങളെ തന്റെ പുറന്തോടിന് പുറത്തേക്ക് വിക്ഷേപിക്കാനും അകത്തേക്ക് പിൻവലിക്കാനും കഴിയുന്നത് പോലെ ഒരു ഭക്തൻ തന്റെ ലൗകിക ജീവിതത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ അകപ്പെട്ടു പോയാലും മനസ്സിനെ അതിൽ വ്യാപരിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഭഗവാനിലേക്ക് വലിച്ചെടുപ്പിക്കാനുള്ള വിവേകബുദ്ധി കൈവരിക്കണമെന്നാണ് ആമ എന്ന പ്രതീകം കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശേഷ രൂപത്തിൽ ഗ്രഹിക്കേണ്ടവയാണ് വിഗ്രഹങ്ങൾ. തത്വങ്ങളെ ആധാരമാക്കി വിശേഷ രൂപത്തിലായിരിക്കും അവ നിർമ്മിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വിശേഷണങ്ങളാണ് വിഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ തത്വം ഗ്രഹിച്ച് മനസ്സിൽ ആ രൂപം ഉറപ്പിച്ച് ഉപാസന ചെയ്ത് പതിയെ മനസ്സിനെ അരൂപിയും സർവവ്യാപിയുമായ പരമാത്മാവിലേക്ക് ഉയർത്താനുള്ള ഒരു ഉപാധിയാണ് വിഗ്രഹങ്ങൾ. വിഗ്രഹങ്ങൾ ഒരിക്കലും ഈശ്വരന്റെ പ്രതിരൂപങ്ങളല്ല. അവ ഈശ്വരീയ തത്വങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓരോ വിഗ്രഹങ്ങളെ ദർശിക്കുമ്പോഴും ഉള്ളിലിരുന്ന് തന്നെ നിലനിർത്തുന്ന ആ ഭഗവത് ചൈതന്യത്തെ തന്നെയാണ് സ്മരിക്കേണ്ടത്. അപ്പോൾ വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് എന്തിന് എന്ന സ്വാഭാവികമായ ഒരു സംശയം നമുക്ക് തോന്നിയേക്കാം, അല്ലെ? ക്ഷേത്രങ്ങൾ പ്രകൃതിയിലെ കോസ്മിക് ഊർജത്തിന്റെ പ്രസരണ കേന്ദ്രങ്ങളായാണ് വർത്തിക്കുന്നത്. ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിലേക്ക് സംഭരിക്കുന്ന കോസ്മിക് ഊർജത്തെ വിഗ്രഹങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് മന്ത്രങ്ങളുടെ സഹായത്താൽ ശക്തി വർദ്ധിപ്പിച്ച് പുഷ്പങ്ങൾ, ചന്ദനം, തീർത്ഥം, അന്തരീക്ഷം എന്നിവയിലൂടെ ഭക്തരിലേക്ക് തിരിച്ചുവിടുകയാണ് ക്ഷേത്രങ്ങൾ ചെയ്യുന്നത്. ഓരോ ജീവന്റെയും നിലനിൽപ്പ് ഉള്ളിലുള്ള ഭഗവത് ചൈതന്യമാണെന്ന് തിരിച്ചറിവുണ്ടായാൽ ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഭഗവത് പ്രസാദമാണെന്ന തിരിച്ചറിവും അയാൾക്കുണ്ടാകും. സ്വന്തം കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നതിൻ്റെ സങ്കല്പഭാവത്തിലാണ് ഇലകളും പൂക്കളും ഫലങ്ങളും ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇലകൾ സ്വന്തം കർമ്മങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കായ്ഫലങ്ങൾ കർമ്മഫലങ്ങളെയും, പുഷ്പങ്ങൾ അവനവന്റെ ശ്രേയസിന്റെ പ്രതിരൂപങ്ങളുമാണ്. സർവവും ഭഗവാന് സമർപ്പിച്ച ഒരു ഭക്തനെ സംബന്ധിച്ച് എല്ലാ അനുഭവങ്ങളും ഭഗവത് പ്രസാദമായി സ്വീകരിക്കാനുള്ള സമബുദ്ധി അയാൾ കൈവരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവർ ആരായാലും വെറും കൈയോടെ പോകരുത് എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളുടെ പ്രവേശന കവാടത്തിലും പ്രദക്ഷിണ വഴിയിൽ നിന്ന് പുറത്തേക്കുള്ള പാതയിലും കണ്ണാടി വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിന്റെ മുന്നിൽ നിന്ന് പലകുറി നമ്മൾ ചന്ദനം നെറ്റിയിൽ തൊട്ടിട്ടുമുണ്ടാകും. വാസ്തവത്തിൽ മുഖം നോക്കി നെറ്റിയിൽ ചന്ദനം തൊടാനുള്ള കണ്ണാടിയല്ല അതെന്ന് മനസ്സിലാക്കണം. സർവവ്യാപിയായ ഭഗവാൻ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തിലല്ല, മറിച്ച് ഓരോരുത്തരുടെയും ഉള്ളിലാണ് എന്ന ബോധം മനസ്സിലേക്ക് വരാനാണ് ആ കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നത്. തത്വമസി എന്ന തത്വം തന്നെയാണ് കണ്ണാടിയിലൂടെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ സ്ഥൂല രൂപത്തിലുള്ള നിങ്ങളുടെ ശരീരത്തിനെ അല്ല കാണേണ്ടത്, മറിച്ച് തൻ്റെ ഉള്ളിലിരുന്ന് തന്നെ നിലനിർത്തുന്ന ചൈതന്യം തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നതെന്നും കണ്ണാടിയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പോലെ രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്നും എന്നാൽ കണ്ണാടി പോലെ ഉള്ളിലുള്ള ചൈതന്യത്തിന് മാറ്റമുണ്ടാവുകയില്ല എന്നും മനസ്സിലാക്കണം. അതിനാൽ മനസ്സാകുന്ന കണ്ണാടി നിത്യേനെ സത്പ്രവൃത്തികൾ കൊണ്ടും ഈശ്വര വിചാരം കൊണ്ടും വൃത്തിയാക്കി വെച്ചാൽ ആ മനസ്സിൽ ഭഗവാന്റെ രൂപവും വളരെ വ്യക്തമായി തെളിയുന്നതായിരിക്കും. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകാശത്തിനപ്പുറത്ത് എവിടെയോ ഇരിക്കുന്ന മനുഷ്യരൂപം പൂണ്ട അതിമാനുഷികനായ ഒരാളുടെ ചിത്രമാണ് ബോധ മനസ്സിലേക്ക് വരിക. മനുഷ്യൻ ഒരിക്കലും സ്വയം താൻ ശക്തനാണെന്ന് ചിന്തിക്കാറില്ല. തന്നേക്കാൾ വ്യത്യസ്തനായ മറ്റൊരാളിൽ അതിമാനുഷിക ശക്തികൾ പ്രതീക്ഷിക്കുകയും അവൻ തനിക്ക് വേണ്ടിയെല്ലാം ചെയ്തുകൊള്ളും എന്ന ചിന്തയിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം അന്യനല്ല, അവൻ അനന്യനാണ്. അവൻ തന്നിൽ നിന്ന് അല്പം പോലും വേർതിരിക്കാൻ കഴിയാത്ത സനാതനമായ ശക്തിവിശേഷമാണ്, ചൈതന്യമാണ്. വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും തത്വാധിഷ്ഠിതമായി മനസ്സിലാക്കി ആചരിക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ എന്ന് ആചാര്യന്മാർ പറയുന്നു. അല്ലെങ്കിൽ അവ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമായിരിക്കും. ചിന്തകളുടെ കേന്ദ്രമാണ് മനസ്സ്. നല്ലതും ചീത്തയും വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ ചിന്തകളും വന്നുപോകുന്നത് ആ മനസ്സിലാണ്. ചിന്തകൾക്കനുസരിച്ച് നമുക്ക് ദുഃഖവും സന്തോഷവും വന്നുകൊണ്ടിരിക്കും. എല്ലാം മനസ്സിന്റെ സൃഷ്ടികളാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ആ മനസ്സ് ഒരുപടി ഉയർന്നിരിക്കും. നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതും ദുഃഖമുണ്ടാക്കുന്നതും നമ്മുടെ തന്നെ ചിന്തകളുടെ ഫലമാണെന്നും അതിന് മറ്റാരുമല്ല കാരണമെന്നും തിരിച്ചറിയണം. അവനവന്റെ മനസ്സിനെ ഉയർത്തേണ്ടത് അവനവൻ തന്നെയാണ്. അതിന്
ഒരു ദൈവത്തിനും സാധ്യമല്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദിയുടെ രഞ്ജിത്ത് ടി നാരായണൻ.